ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എന്നെ ശ്രവിക്കുന്ന ഷാലോം ശ്രോതാക്കളെ, തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് മുൻപായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, എന്നെയും എല്ലാവരെയും നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്നെയും എല്ലാവരെയും ലോകം മുഴുവനെയും നിൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്നെയും എല്ലാവരെയും ലോകം മുഴുവനെയും നിൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 26 മുതൽ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയായി നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത്, വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ദൈവപിതാവിൻ്റെ പക്കൽ തുറന്ന ഹൃദയത്തോടുകൂടി എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയുവാൻ ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറിയത്തിൻ്റെ അടുക്കലേക്ക് ദൈവം തന്നെ ദൂതനെ അയക്കുന്നതും തൻ്റെ പദ്ധതി, മറിയത്തെക്കുറിച്ചുള്ളതായ തൻ്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൂതൻ മറിയത്തെ, കൃപ നിറഞ്ഞവളെ സ്വസ്തി,
എന്ന് അഭിസംബോധനയോടുകൂടി കർത്താവ് നിന്നോടുകൂടെ എന്ന് അവളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൾ വളരെ അസ്വസ്ഥയായി. ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾ ചോദിച്ചു. അവൾ ഭയപ്പെട്ടു. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നിന്നിൽ ജനിക്കുവാനിരിക്കുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധനായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മറിയത്തിനുണ്ടായ ആ അനുഭവം, കൃപ നിറഞ്ഞവളെ എന്നുള്ള സംബോധനയുടെ മുൻപിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ വളരെ ഭവ്യതയോടുകൂടി ഗബ്രിയേൽ മാലാഖ അതിന് ഉത്തരം നൽകി. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് തൻ്റെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഈ വചനത്തിന് മുൻപിൽ മറിയം വളരെ എളിമയോടുകൂടി ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, മറിയം ദൈവത്തിന് മുൻപിൽ ദാസിയായി പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയപ്പോൾ ഇതേ സമർപ്പണമാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. പ്രഭാതത്തിൽ ഉണരുമ്പോൾ എന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ആലോചന ചോദിക്കുവാൻ, ഞാൻ എന്താണ് ഈ ലോകത്തിൽ എന്തു ചെയ്യണമെന്നാണ് ദൈവഹിതമെന്ന് അന്വേഷിക്കുമ്പോൾ, മറിയത്തിൻ്റെ മനോഭാവത്തോടുകൂടി എളിമയോടുകൂടി ചോദിക്കുമ്പോൾ നമുക്ക് അതിനുത്തരം കിട്ടും. എല്ലാവരെക്കുറിച്ചും കർത്താവിനൊരു പദ്ധതിയുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അത് നാശമല്ല, ക്ഷേമം. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. മറിയത്തിന് നൽകിയതുപോലെ തന്നെ ദൈവത്തിന് എന്നെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വ്യത്യസ്തമാണ്. അത് ചെറുതെന്നോ വലുതെന്നോ, അത് ശ്രേഷ്ഠമെന്നോ, അത് ഉന്നതത്തിൽ ഇരിക്കുന്നതെന്നോ ഒന്നും വ്യത്യാസമില്ല. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ശരീരത്തിൽ പ്രത്യേക ദൗത്യമുള്ളതുപോലെ തിരുസഭയിൽ, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഒരു ദൗത്യമുണ്ട്. അതെന്താണെന്ന് ചോദിക്കുന്ന എളിമയുടെ മനസ്സാണ് നമുക്ക് വേണ്ടത്. അതെന്താണെന്ന് എളിമയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടുകൂടി ചോദിക്കുമ്പോൾ അതിനുത്തരം കിട്ടും. അത് ചെയ്യുവാനുള്ളതായ നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഒരു അവയവം, ശരീരത്തിൻ്റെ ഒരവയവം മറ്റേ അവയവത്തെ നിന്ദിക്കാറില്ല. ഞാൻ ചെറുതായിപ്പോയെന്ന് പറയാറില്ല. മറ്റൊരവയവം ഞാൻ വലുതാണ്, ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറയാറില്ല. അതുപോലെ തിരുസഭയിൽ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ നാം എല്ലാവരും മറിയത്തെ പോലെ ദൈവഹിതം അന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, മറിയത്തിന് ദൈവം സന്ദേശം കൊടുത്ത മാത്രയിൽ അവൾ തിടുക്കത്തിൽ ഏലീശ്വയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൾ, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൾ നിറഞ്ഞു. അവളുടെ ഉദരത്തിൽ ശിശു രൂപപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവൾ നിറഞ്ഞു. പുത്രനായ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവൾ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവൾ നിറഞ്ഞു. നിറയപ്പെട്ടവൾ അത് സ്വന്തമാക്കി വയ്ക്കുകയല്ല. തൻ്റെ സാന്നിധ്യം എവിടെ ആവശ്യമുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നു. അറിഞ്ഞവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ് ഏലീശ്വയുടെ ഭവനത്തിലേക്ക്. ഈ തിരുവചനം നമുക്കൊരു നിമിഷം കേൾക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി.
എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മറിയം എലീശുവയുടെ വീട്ടിൽ ചെന്ന് എലീശുവയെ അഭിവാദനം ചെയ്യുമ്പോൾ ഇതാ എലീശുവയുടെ ഗർഭപാത്രത്തിലെ ശിശു സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടി. ദൈവത്തിന് വേണ്ടി, ദൈവകുമാരന് വേണ്ടി, രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഒന്നാമനാണ് സ്നാപകൻ. ആരാർക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ, ദൈവത്തിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ തുറവിയോടെ കാത്തിരിക്കുന്നവന് ആദ്യ അനുഭവം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് സ്നാപകൻ ലഭിക്കുന്നു. സ്നാപകനിലൂടെ ആ പരിശുദ്ധാത്മാവ് ഇതാ അവനെ സംവഹിച്ച അമ്മയിലേക്ക്, എലീശുവയിലേക്ക്. എലീശുവ അത് വ്യക്തമായി പറയുകയാണ്, നിന്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ എൻ്റെ ഗർഭപാത്രത്തിലെ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി കുതിച്ചു ചാടി. എന്നിട്ട് അവൾ പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എലീശുവയിലൂടെ ഒരു വലിയ സത്യം ലോകത്തോട് പ്രഖ്യാപിച്ചു. ഈ കടന്നു വന്നവൾ വെറുതെക്കാരിയല്ല, ഇവൾ കർത്താവിൻ്റെ അമ്മയാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അമ്മയാണ്. ഇവളെ സ്വീകരിക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല. ഇതാ എളിമയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച മറിയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്നാപകന് പങ്കുവയ്ക്കുന്നതും ആ സ്നാപകനിലൂടെ എലീശുവയിലേക്ക് അത് വളരുന്നതും, ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇതിനേക്കാൾ മറ്റൊരു ഭാഗ്യമില്ല. ദൈവവചനം, അരുളി ചെയ്ത ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയൊരു സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പങ്കുവയ്ക്കുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ ഉജ്ജ്വലിക്കുന്നത്. എനിക്ക് ലഭിച്ചിരിക്കുന്നത് കൊടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകുന്നത്, അഭിഷേകം ഞാൻ പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലൂടെ, കുർബാനയിലൂടെ ലഭിക്കുന്ന അഭിഷേകം പങ്കുവയ്ക്കുവാനുള്ളതാണ്. ഒരു കിണറ്റിൽ ധാരാളം വെള്ളമുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ ധാരാളം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ലഭിക്കുന്ന ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് അത് അഭിഷേകമായി തീരുന്നത്. മറിയം അത് ചെയ്തു, എലീശുവ അത് ചെയ്തു, സ്നാപകൻ അത് ചെയ്തു. അത് കേട്ട മാത്രയിൽ ഇതാ പരിശുദ്ധ കന്യകാമറിയം എടുത്തു പറയുകയാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇനി എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എന്നിൻ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം മഹത്വമാണ്. വളരെ എളിമയോടുകൂടി വിധേയത്വത്തോടുകൂടി ചെറിയവളായിട്ട് എലീശുവയുടെ വീട്ടിലേക്ക് പോയവൾ തന്നിൽ സംഭവിച്ചതൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല പോയത്. താൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് എളിമയോടുകൂടി ദാസിയായിട്ടാണ് ഇതാ അവിടേക്ക് പോകുന്നത്. എന്നാൽ ദാസിയായവളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അവൾ വെറും ദാസിയല്ല, അവൾ സൃഷ്ടാവിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വളരെ എളിമയോടുകൂടി നിന്നവൾ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇനി എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എല്ലാ തലമുറകളും
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൾ ഇതാ ലോകം മുഴുവനോടും പറയുകയാണ്, എളിമ സത്യമാണ്, അത് അഹങ്കാരമല്ല. ഉള്ളിൽ സംഭവിച്ചതെന്താണോ അതവൾ പ്രഘോഷിച്ചു. പരിശുദ്ധാത്മാവ് പരസ്പരം നമ്മൾ അഭിനന്ദനം കൊടുക്കുമ്പോൾ, കൂട്ടായ്മയിൽ ഒരാൾ മറ്റൊരാളെ അഭിനന്ദനം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തിപ്പടരും, ഉജ്ജ്വലിക്കും. അവിടെ നിശബ്ദനായി നിൽക്കാൻ കഴിയുകയില്ല. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചവരെ അവൻ ചിതറിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടപ്പോൾ അമ്മയിൽ ജ്വലിച്ചത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി പരിശുദ്ധ അമ്മ നമുക്ക് തന്ന മാതൃക എളിമയും ഒപ്പം ഈ സമ്പൂർണ്ണ സമർപ്പണം അവൾ ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവദൂതൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞപ്പോൾ അവൾ പൂർണ്ണമായിട്ടും തൻ്റെ വരുംവരായികളെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ താൻ സ്വീകരിക്കാനിരിക്കുന്ന സഹനം, തൻ്റെ ജീവിതത്തിൽ താൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ എല്ലാം അവൾ കൺമുൻപിൽ കണ്ടു. ശിമയോൻ അവനോട് പ്രവചിച്ചതും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞതും എല്ലാം അവൾ കണ്ടു. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ആ സമർപ്പണം നടത്തിയത്. പ്രസവ സമയമായപ്പോൾ അവർക്ക് സൗകര്യങ്ങളൊന്നും കിട്ടിയില്ല, പരാതിയില്ല. കാരണം അവളുടെ ആദ്യത്തെ സമർപ്പണം സമ്പൂർണമായിരുന്നു. അവളുടെ ആദ്യത്തെ സമർപ്പണം സമ്പൂർണമായിരുന്നു. പിന്നീട് അവൾ കാൽവരിയിലേക്ക് പോകുന്ന യാത്രയിൽ അവളുടെ കൺമുൻപിൽ വെച്ച് തൻ്റെ പ്രിയപുത്രനെ പീഡിപ്പിക്കുമ്പോഴും ചാട്ടുവാറടിക്കുമ്പോഴും മാംസമൊക്കെ അസ്ഥിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴും രക്തം ചിന്തുമ്പോഴും എല്ലാം കുലുങ്ങിയില്ല. കാരണം അവളുടെ സമർപ്പണം സമ്പൂർണമായിരുന്നു. ആദ്യത്തെ സമർപ്പണം അവളുടെ അന്ത്യം വരെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യോഹന്നാനോട് ചേർന്ന് നിന്ന്, യോഹന്നാൻ അമ്മയോട് ചേർന്ന് നിന്ന് യോഹന്നാനും ഇത് ദർശിക്കുന്നുണ്ട്, കുലുങ്ങാതെ. കാരണം അമ്മയ്ക്കൊരു മകനായി തീരുവാനുള്ള യോഗ്യത യോഹന്നാന് ഉണ്ടായിരുന്നു. യേശുവിനോട് ചേർന്ന് നിന്ന് തലചായ്ച്ച് അവൻ്റെ മാറോട് ചേർന്ന് അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ഭാഷ അറിഞ്ഞ യോഹന്നാനും അമ്മയ്ക്കൊരു മകനാകാനുള്ളതായ യോഗ്യതയുണ്ടായിരുന്നു. മറിയത്തിൽ നിന്ന് അവൻ അത് പഠിച്ചിരുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, നമുക്ക് മറിയത്തിൻ്റെ ഈ സമ്പൂർണ്ണ സമർപ്പണം, പരിശുദ്ധാത്മാവിനെ നൽകുന്ന സമർപ്പണം, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന സമർപ്പണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അത് എല്ലാവർക്കും കൊടുക്കുവാനുള്ളതായ ഒരു കൃപയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ രുചിയോടുകൂടി നമ്മൾക്ക് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അത് എല്ലാവരിലേക്കും നൽകുവാൻ, അഭിവന്ന പിതാക്കന്മാരിലേക്ക്, അഭിഷിക്തരിലേക്ക്, ലോകം മുഴുവനിലേക്ക്, ആരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണോ നമ്മുടെ ജീവിതം, അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ. ഒരുപക്ഷേ മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യുവാനല്ലായിരിക്കാം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തിടുക്കത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഈശോയുടെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് ആ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ട് നമ്മുടെ രുചിയോടുകൂടി എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആർക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ, കൊടുക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കുവാനായിട്ടും നമ്മൾ കൊടുക്കുന്നതനുസരിച്ച്, സ്നേഹിക്കുന്നതനുസരിച്ച് അവരിലൂടെ ആ വിധേയത്വം നമ്മിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള നമ്മിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള തിരുസന്നിധിയിലേക്ക് എല്ലാവരുടെയും സ്നേഹം വളർന്നു വരും.
ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ കൃപ നമ്മിലെല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.